ഉയരക്കുറവ് ആ വ്യക്തികളുടെ കുറ്റമോ? നമസ്കാരം, ഞാൻ അബ്ദുള്ള. ഇന്ന് ഒക്ടോബർ 9, 2025. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രി കേരള ജനതയെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച കേരളത്തിൻ്റെ അഭിമന്യ മുഖ്യമന്ത്രി എം ശങ്കരൻ 80-ാം വയസ്സിലും മതികെട്ടാൻ മലയിൽ കേരള ജനതയ്ക്ക് വേണ്ടി കയറിയിറങ്ങിയ VS അച്യുതാനന്ദൻ, ഗിന്നസ് റെക്കോർഡ് നേടിയ പക്രു, വാർദ്ധക്യത്തിലും കുട്ടികളുമായി കൂട്ടുകൂടി നടന്നിരുന്ന കുഞ്ഞുണ്ണി മാഷ്, ഇവരെല്ലാവരും ജനഹൃദയങ്ങളിൽ ജീവിക്കുന്ന ഉയരം കുറഞ്ഞ വ്യക്തികളാണ്. ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നത് എന്ന ചിന്തയില്ലാത്തവരും ധാർമ്മികമായ യാതൊരു മനസ്താപമില്ലാത്ത ആളുകളാണ് മറ്റുള്ളവരുടെ പോരായ്മകളെക്കുറിച്ച് പരിഹസിക്കുന്നത്. പൊക്കം കുറഞ്ഞിട്ടും ഇവരൊക്കെ ഇന്നും ജനഹൃദയങ്ങളിൽ ജീവിക്കുന്നത് ഇവർ ഉത്കൃഷ്ട വ്യക്തികളായതുകൊണ്ടാണ്. മറ്റുള്ളവരുടെ പോരായ്മകൾ സൂക്ഷ്മതയോടുകൂടി നോക്കുന്ന ആളുകൾ ആദ്യം സ്വന്തം ശരീരത്തിലേക്ക് നോക്കുക, എന്നിട്ട് വിലയിരുത്തുക. എന്നിട്ട് മനസ്സിലായില്ലെങ്കിൽ അവർക്കുള്ള മരുന്ന് സാംബശിവൻ പറഞ്ഞതാണ്, സെൻഡ് ഹിം ഇൻ ദി മെൻ്റൽ ഹോസ്പിറ്റൽ. കഴിഞ്ഞ കുറേ കാലമായി നിയമസഭയ്ക്ക് അകത്തും പുറത്തും മറ്റുള്ളവരുടെ ജാതിപ്പേര് പറഞ്ഞും രൂപഭംഗിയെക്കുറിച്ച് അവഹേളിച്ചുകൊണ്ട് നടക്കുന്ന ചില ആളുകളുണ്ട്. അത്തരം ആളുകൾ ചിന്തിക്കാൻ വേണ്ടി പറയുക, ഒരാൾ ജാതിപ്പേര് പറഞ്ഞ് നടക്കുന്ന ആളുണ്ട്, നടക്കാൻ വയ്യ, എത്ര പൊണ്ണത്തടി കൊണ്ട്. ഇത്തരം ആളുകളെ പൊണ്ണന്മാരെന്നല്ലേ പറയാൻ പറ്റുള്ളൂ. അതുപോലെ വേറെ തരം ആളുകളുണ്ട്, ആളുകളുടെ രൂപഭംഗിയെക്കുറിച്ച് വ്യാഖ്യാനിക്കുന്ന ആളുകൾ. അത്തരം ആളുകളോട് പറയാനുള്ളത്, നിങ്ങൾ ആനകളെ കണ്ടിട്ടുണ്ടോ? പൂരപ്പറമ്പിൽ പണ്ട് കാലത്ത് ആനകളുടെ തല പൊക്കിയില്ലെങ്കിൽ കൊമ്പിൻ്റെ അടിയിൽ കത്തിയേറ്റും പാപ്പന്മാർ, അപ്പോൾ ആന തല പൊന്തിക്കും. ഇതുപോലെ തല പൊക്കി നടക്കാൻ സാധിക്കാത്ത ആളുകൾ കഴുത്തൊന്ന് ചെരിക്കണമെങ്കിൽ ശരീരം ഉടലാകെ ചെരിക്കേണ്ട അവസ്ഥ വന്നത്. 3 സ്റ്റെപ്പുള്ള ബസ്സിൽ കയറണമെങ്കിൽ മറ്റുള്ളവരുടെ സഹായം, മരുന്നുകൾ, ഇങ്ങനെ ഇടവും വലവും തിരിയാൻ സഹായികളുടെ ആവശ്യമുള്ള ആളുകളാണ് മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയാൻ നടക്കുന്നത്. ഇത്തരം ആളുകൾ സ്വയം ചിന്തിക്കാൻ, നമുക്ക് പറയേണ്ടി വരുന്നതുകൊണ്ടാണ്, അവർ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് കേരള ജനതയോട് പറയാനുള്ളത്, ഇത്തരം ആളുകളെ നിയമസഭയിലേക്കോ ലോകസഭയിലേക്കോ പറഞ്ഞയക്കാതിരിക്കുക. ഇവർ നാട്ടിലെന്ത് വിപ്ലവം ചെയ്തോട്ടെ, നമ്മുടെ നേതാക്കന്മാരായിട്ട് അവർ വരരുത് എന്ന് മാത്രം. ഇതിലൊരുത്തൻ ഇപ്പോൾ തന്നെ ഔട്ടായി കഴിച്ചിട്ടുണ്ട്. ഇനി മറ്റുള്ളവരെയും അതുപോലെ ഔട്ടാക്കണം നമ്മൾ. ലോകരക്ഷിതാവായ തമ്പുരാനെ, ദുഷ്ടന്മാരായ ഭരണാധികാരികളിൽ നിന്നും അക്രമികളായ ജനങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ നാഥ. ആമീൻ.